നമസ്തേ ബച്ചോം, സഭി കാ സ്വാഗത് ഹൈ ഹിന്ദി ഈ ഗുരു മേ. അങ്ങനെ നമ്മുടെ മോഡൽ എക്സാം അല്ലെ, +1 മോഡൽ എക്സാം ഇതാ അടുത്തെത്തി അല്ലെ. അതിനുവേണ്ടി എല്ലാവരും ഇരിക്കുകയെന്ന് അറിയാം. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, മിസ്സേ ഒന്നും അറിയില്ല +1 എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു മോഡൽ എക്സാമിൻ്റെ കഴിഞ്ഞ വർഷം നടന്ന എക്സാമാണ്, ഫെബ്രുവരിയിൽ നടന്ന ഈ ഒരു മോഡൽ എക്സാമിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെയാണ് മക്കളെ ഇനി നാളത്തെ മോഡൽ എക്സാമിന് വരിക. ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്, അത് മിസ്സ് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇനി പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. നേരെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വർഷം നടന്ന മോഡൽ എക്സാമിൻ്റെ പാറ്റേണും അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളും എല്ലാം നോക്കാം. ഓക്കെ മക്കളെ, നോക്കിയേ, 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം, 2.5 മണിക്കൂറാണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി ഇതിലെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. അതെ, 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. അത് ബ്രാക്കറ്റിൽ നിന്ന് നിങ്ങൾ എടുത്തെഴുതണം അല്ലെ. ഓരോന്നിനും ഓരോ മാർക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അരേ ഹാ ഗയി ഹേ ഭൂലി സി കോൻ ആ ഗയി ഹേ. അല്ലെ, അതെ അതാ വഴിതെറ്റി വന്നിരിക്കുന്നു. ആരാണ് വന്നെത്തിയിരിക്കുന്നത്? ഒരു ഡൗട്ടും ഇല്ല, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ മദർ ഋതുവാണ് അല്ലെ, നമ്മുടെ മദർ ഋതുവാണ്. വസന്തകാലമാണ് വഴിതെറ്റി വന്നത്. ആരുടെയാണത്? ജയശങ്കർ പ്രസാദിന്റെ ഒരു ഛായാവാദി കവിതയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഹേമ കിസ് കഹാനി കാ പാത്ര ഹേ. ഹേമ എന്നുള്ളത് ഏത് കഹാനിയിലാണ്? അതും ഒരു ഡൗട്ടും ഇല്ല, നമ്മുടെ ദുഃഖ് അല്ലെ, നമ്മുടെ ദിലീപിന്റെ പത്നിയല്ലേ ഹേമ. അതും മറക്കാൻ ഒരു വഴിയില്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചാന്ദ് ഔർ കവി കിസ്കി കവിത ഹേ. ചാന്ദ് ഔർ കവി മറക്കൂടെ, നമ്മുടെ കവിത ഇല്ല, നമ്മുടെ ദിനകർജിയാണ് അല്ലെ. നമ്മുടെ ദിനകർജിയുടെ കവിതയാണ് ചാന്ദ് ഔർ കവി. അതും മറക്കാൻ ചാൻസ് ഇല്ല. ഇനി നാലാമത്തത് ഇതാ, ഒരിക്കലും മറക്കില്ല, നമ്മുടെ അനുതാപ് അല്ലെ. കിസ് വിധ കി രചന ഹേ, ലഘു കഥ ഹേ. അനുതാപ് എന്നുള്ളൊരു ലഘു കഥയാണ്. അഞ്ചാമത്തതോ, കവി പവൻ കരൺ കി കവിത ഇൻമേ കോൻ സി ഹേ. പവൻ കരൺജിയുടെ കവിത ഏതാണ്? ഡായസ്, നമ്മുടെ ലാസ്റ്റ് കവിത അല്ലെ, കഹനാ നഹി ആത്തയാണ്. കഹനാ നഹി ആത്തയാണ് പവൻ കരൺജിയുടെ കവിത. ഇപ്പൊ ഇത്രയും എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. കാരണം ഇത്രയും കാര്യങ്ങൾ നോക്കിയൊന്നൊക്കെ ബേസിക് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ബേസ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഏത് വിധ എന്നുള്ളതും ആരൊക്കെയാണ് എഴുതിയ എന്നുള്ളതും ഒക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ച് പോവാം. അടുത്ത് നോക്കിയേ, കവിതാംശ് പഠേ ഔർ 6 से 8 तक के प्रश्नों के उत्तर लिखिए. അതായത് ഒരു കവിതാംശ് തരും, അത് നമുക്ക് നാളത്തെ എക്സാമിന് പത്രക്ക് ബെഞ്ച് ആവാം, അല്ലെങ്കിൽ നമ്മുടെ മദർത് ഉണ്ടാവില്ല, ചിലപ്പോൾ അതാവാം, നമ്മുടെ കഹനാത്ത ചാന്തർക്ക് ഇതാവാം. നിങ്ങളിപ്പോ കവിതകളൊക്കെ നോക്കി വെച്ച് പോവാ. അപ്പൊ ഇത് പത്രക്ക് ബെഞ്ചാണ് തന്നത്. അപ്പൊ ഈ ഒന്നുമില്ലട, ഇതിൽ തന്നെ എല്ലാ ആൻസറും ഉണ്ടായിരിക്കും. ഇതിന് ബേസ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കി, 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. റോത്താ ഹുവാ ബച്ച ക്യാ കുതർ കർ ചുപ് ഹോ രഹാ ഹൈ. കരയുന്ന കുട്ടിയുണ്ടല്ലോ, അവൻ എന്ത് കുറിച്ചുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ, അവൻ എന്താണ്? കേക്ക് ആണോടാ? ഹൽവയാണോ? അല്ല, ബിസ്ക്കറ്റ് ആണ്. ബിസ്ക്കറ്റ് കുതിർത്തേ ചുപ് ഹോ രഹാ ഹൈ എന്നാണ് അല്ലെ. അപ്പൊ ബിസ്ക്കറ്റ് ആണ് അതിന്റെ ഉത്തരം. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റിട്ടയർഡ് കൂടാ ക്യാ കർ രഹാ ഹൈ. റിട്ടയർഡ് ആയിട്ടുള്ള വൃദ്ധൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതും നമുക്കറിയാം അല്ലെ. റിട്ടയർഡ് ആയിട്ടുള്ള വൃദ്ധൻ എന്ത് ചെയ്യുന്നു? ദോപഹരി സോ രഹാ ഹൈ. എങ്ങനെയാണ് ഉറങ്ങുന്നത്? റിട്ടയർഡ് കൂടെ ഹാത്തോം സെ ആഖേൻ ടാപ്പ് അല്ലെ, കൈകൾ കൊണ്ട് എന്ത് തന്റെ കണ്ണ് മൂടിയിട്ട് ബെഞ്ച് പർ സോ രഹാ ഹൈ, ബെഞ്ചില് ഉറങ്ങുക. ഓക്കെ, അതിന് 2 മാർക്കാണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അത് പൊതുവെ ചോദിക്കാൻ തന്നെയാണ് അല്ലെ, നമ്മുടെ ആസ്വാദന ടിപ്പണി, കവിതയുടെ ആസ്വാദന ടിപ്പണി എഴുതാൻ വേണ്ടിയിട്ട്. ആസ്വാദന കുറിപ്പൊന്ന് നോക്കിയാലോ. മക്കളെ, എല്ലാവർക്കും അറിയാം ആസ്വാദന ടിപ്പണിന്റെ ആ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ, അതൊക്കെ വെച്ചുകൊണ്ട് എഴുതുക. ഫസ്റ്റ് ഹെഡിങ് പത്രക്ക് ബെഞ്ച് കവിതയ്ക്ക് ആസ്വാദന ടിപ്പണി എന്ന് തന്നെ കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മുടെ കവിനെ കുറിച്ചും കവിതയെ കുറിച്ചും സൂചിപ്പിക്കുക. നോക്കിയേ, ഈ പങ്ക്തി അങ്ങനെ തന്നെ തുടങ്ങുക. ഈ വരികള് ചന്ദ്രകാന്ത് ദേവദാലജിക്ക് പത്രക്ക് ബെഞ്ച് നാമ കവിതാക്കി ഹെ. ചന്ദ്രകാന്ത് ദേവദാലജിയുടെ പത്രക്ക് ബെഞ്ച് എന്നുള്ള കവിതയിൽ നിന്നുള്ളതാണ്. ഈ പങ്ക്തിയോ കവിക്ക് പാർക്ക് മേ പടി പത്രക്ക് ബെഞ്ച് കെ ദൃശ്യ പ്രസിദ്ധ കർത്തെ. അതായത് ഈ വരികളില് കവി പാർക്കിൽ കിടക്കുന്ന ഒരു കൽബെഞ്ച് ഉണ്ട് അല്ലെ, ആ കൽബെഞ്ചും അതുമായി ബന്ധപ്പെട്ട ഒരു 4 ദൃശ്യങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണോ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അത് എഴുതുക. പഹലെ ദൃശ്യം ഏക് റോത്താ ഹുവാ ബച്ച പത്തർ കി ബെഞ്ച് പർ ബൈഠ് കർ ബിസ്കുറ്റ് കുതർത്തെ ചുപ് ഹോ രഹാ ഹൈ. ആദ്യത്തെ ദൃശ്യത്തില് ഒരു കരയുന്ന ഒരു കുട്ടി കൽബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ബിസ്ക്കറ്റ് കുറിച്ചുകൊണ്ട് അവൻ മിണ്ടാതിരിക്കുന്നുണ്ട് അല്ലെ. 2ാം ദൃശ്യം എന്താണ്? ദൂസരി ദൃശ്യമേയും
क्या युवक बेंच पर बैठकर अपने कुचले हुए सपनों को सहला रहा है. രണ്ടാമത്തെ ദൃശ്യത്തില് ഒരു ക്ഷീണിതനായിട്ടുള്ള യുവാവ് ബെഞ്ചിൽ ഇരുന്നിട്ട് എന്താ തന്റെ ആ ഒരു ചവിട്ടി മെതിക്കപ്പെട്ട തന്റെ സ്വപ്നങ്ങൾ കുച്ചലേ ഹുയെ എന്നാണ്, അതാണ് ആ സ്വപ്നങ്ങളൊക്കെ താലോലിക്കുകയാണ് അല്ലെ. തന്റെ നടക്കാതെ പോയ ഒരുപാട് സ്വപ്നങ്ങൾ അവൻ താലോലിച്ചുകൊണ്ട് അത് ഓർത്തുകൊണ്ട് കിടക്കുകയാണ്. ഈ മൂന്നാമത്തെ ദൃശ്യത്തിൽ എന്താണ്, അല്ലെ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വൃദ്ധൻ എന്ത് ചെയ്യുന്നതാണ്, ദോപഹരിക്ക് സമയം ഉച്ച നേരത്ത് ബെഞ്ച് പർ ഹാത്തോം സി ആംഖേ ടാപ് സോ രഹാ ഹൈ. ആ ബെഞ്ചില് ആ ഉച്ച നേരത്ത് എങ്ങനെ തന്റെ കൈകൾ കൊണ്ട് കണ്ണു മൂടിയിട്ട് അവൻ ഉറങ്ങാണ് അല്ലെ, ആ വൃദ്ധൻ ഉറങ്ങാണ്. പിന്നോ ചൗഥി ദൃശ്യമേ നാലാമത്തെ ദൃശ്യമോ പ്രേമി പ്രേമിക ബെഞ്ച് പർ ബൈഠക്കർ ജിന്ദഗി സപ്നെ ബുൻ രഹേ ഹൈ. നാലാമത്തെ ദൃശ്യത്തില് ഒരു കാമുകി കാമുകന്മാരാവാം, ചിലപ്പം പതി പത്നി ഹോ ചാഹേ വോ പതി പത്നി ഹോ യാ പ്രേമി പ്രേമിക, അങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. അവരെന്ത് ചെയ്യണം, ജിന്ദഗിക്ക് തന്നെ തങ്ങളുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ബുൻ രഹേ ഹൈ, അതൊക്കെ ഇങ്ങനെ കൂട്ടാണ് അല്ലെ, അവരാലോചിക്കുകയാണ് അല്ലെ. ഇസ് പ്രകാർ പത്തർ കി ബെഞ്ച് പർ ഇതുപോലെ തന്നെ അല്ലെ, ഇങ്ങനെയുള്ള 4 ദൃശ്യങ്ങളും ആ ഒരു കൽബെഞ്ചിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതെന്തൊക്കെയാണ്, എന്തൊക്കെ വികാരങ്ങളാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്? ആസു കണ്ണുനീര്, ദക്കാൻ അല്ല ക്ഷീണം, വിശ്രമിക്കുകയാണ്. പിന്നെ അതേപോലെ പ്രേം കി സ്മൃതിയാം, ആ സ്നേഹത്തിന്റെ ഓർമ്മകളും എല്ലാം അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു കേട്ടോ. ഇത്രയാണ് ആ ഒരു കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കവിതയില്, ആ ഒരു കവിതയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്താണ്? അതെ, കവി പറയണ പത്രക്കി ബെഞ്ച് സാർവജനിക പ്രതീക. പത്രക്കി ബെഞ്ച് എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലേസിന് അതിനൊരു പ്രതീകമാണ് അല്ലെ. കവി കവി ഒരുപാട് ആശങ്കയിലാണ്. കാരണം ഇതും ഭാവിയിൽ സംഭവിച്ചേക്കാം. ഈ ഒരു കൽബെഞ്ചിന് വേണ്ടിയിട്ടും യുദ്ധം തുടങ്ങാം, ഇത് ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ കടന്നു വരാമെന്നാണ് പറയുന്നത്. ഒക്കെ ഇത്ര മാത്രം എഴുതിയാൽ മതി, കൂടുതലൊന്നും എഴുതണ്ട. എന്താണോ നിങ്ങൾക്ക് തന്ന പങ്ക്തി അത് മാത്രം എഴുതി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കി 9 മുതൽ 11 വരെയുള്ള ഈ ക്വസ്റ്റ്യൻസിൽ വെറും 2 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഓരോന്നിനും എത്ര മാർക്കാ മക്കളെ? അതും നിങ്ങൾ മറക്കരുതിട്ടോ. ഓരോന്നിനും 2 മാർക്കാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബാബുജി അസ്ലം നഹീ രഹാ കോൺ കഹതാ ഹൈ കിസ്സേ, ആരാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കോൺ എന്ന് പറഞ്ഞ ആര്, കിസ്സേ ആരോട്, ആരാ പറയുന്നത്? അത് റിക്ഷവാലയല്ലേ, അത് ആരോട്? റിക്ഷവാല ബാബുജി സേ കഹതാ ഹൈ, അല്ലെങ്കിൽ യാത്രി സേ കഹതാ ഹൈ. യാത്രി എന്ന് പറയുന്നതും ബാബുജി എന്ന് പറയുന്നതും ഒരാളാണ്. മനസ്സിലായല്ലോ? നമ്മുടെ അനുതാപ് എന്നുള്ള ചാപ്റ്ററിലല്ലേ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സിർക്കെ കപ്പടേക്കോ ആകെ കീഞ്ചിനെ കഹാ. എന്താ പറഞ്ഞത്? ഈ നമ്മുടെ സിർക്കെ കപ്പടെ, ആ ഒരു തലയിലെ തന്റെ വസ്ത്രം താഴെ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് അവര് എന്ത് പറഞ്ഞു? അതില് നീറ്റ് ശബ്ദം സമാനാർത്ഥി ശബ്ദവാക്യ സേ ചുൻകർ ലിഖിയേ. അപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ചാൽ സമാനാർത്ഥി, ഒരേ അർത്ഥം വരുന്ന ശബ്ദം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് സെലക്ട് ചെയ്തെഴുതാൻ വേണ്ടിയിട്ടാണ്. വസ്ത്രം എന്നും തന്നിട്ടുണ്ട്, ഔരത്തെന്നും തന്നിരിക്കും. ഈ വസ്ത്രന് എന്താണ് ആ സെന്റൻസിൽ ഈ സമാനാർത്ഥി ഉപയോഗിച്ചിട്ടുള്ളത്? ഔരത്തിന് എന്താണ് ഈ ഒരു സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത്? അത് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ട് 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. വസ്ത്രന് കപ്പട എന്നും ഔരത്തിന് സ്ത്രീ എന്നും. മനസ്സിലായല്ലോ? വസ്ത്ര കപ്പട വസ്ത്രം അല്ലെ, ഔരത്ത് സ്ത്രീ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്വർഗ് കെ സമ്രാട്ട് കോ ജാകർ ഖബർ കർ ദേ റോസ് ഹി ആകാശ് ചढ़ते ആ രഹേ ഹേ. ആ സ്വർഗത്തിന്റെ സമ്രാട്ടിനോട് നീ പോയി വിവരം അറിയിക്കൂ, ഇതാ ദിവസേനം അല്ലെ, ഇതാ ഇങ്ങനെ ആകാശം കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അവര് എന്നുള്ളത്. ഖബർ സ്വർഗ് കെ സമ്രാട്ട് കോ ഖബർ ദേതി അല്ലെ, സ്വർഗത്തിന്റെ സാമ്രാട്ടൻ അല്ലെ, ആ ഒരു രാജാവ് അവിടെ ഇരിക്കുന്നുണ്ട്, അവരോടാണ് വിവരം പോയി അറിയിക്കേണ്ടത്. ആരാണ്? ആത്മീയ റോസ് കഹാം ചढ़ते ആ രഹേ ഹേ, എവിടെ നിന്നാണ് അല്ലെ? ആകാശ് ചढ़ते ആ രഹേ ഹേ അല്ലെ, ആകാശം കയറി വരികയാണ് അല്ലെ, ദിവസം തോറും ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇത് മനുഷ്യന്റെ ശാസ്ത്ര ലോകത്തിന്റെ ഒരു വളർച്ച തന്നെയാണ് അതല്ലേ. അപ്പാണ് കവിയുടെ ആ ഒരു കവിയുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. അതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇത് ഏത് ചാപ്റ്റർ അറിയല്ലോ? ശാന്തവർ കവി എന്നുള്ള കവിത. അടുത്താണ് 12 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയാൽ മതി, ഓരോന്നും 4 മാർക്ക് വെച്ചിട്ട്. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഒരു പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടല്ലേ, അത് വെച്ചിട്ട് നമ്മൾ ബീർബൽ സിംഗിന്റെ ചരിത്ര ടിപ്പണി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്, ക്യാരക്ടറൈസേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ക്യാരക്ടർ സ്കെച്ച്. അതായത് നമ്മുടെ ബീർബൽ സിംഗ് ഏത് ചാപ്റ്ററത്തെയാണ്? യെസ്, ജുലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള നാട്യരൂപാന്തരത്തെയാണ്.
മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ ബീർബൽ സിംഗും ഇബ്രാഹിം അലി മൈക്കും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബീർബൽ സിംഗ് ഇതാ ചോദിച്ചിട്ടു, നമുക്ക് നോക്കാം. അല്ല, അവരുടെ കുറച്ച് പ്രസ്താവനയൊക്കെയാണ് തന്നിരിക്കുന്നത്, ഞാൻ വായിക്കുന്നില്ല. നമുക്ക് നേരായിട്ട് നമുക്ക് ബീർബൽ സിംഗിന്റെ ചരിത്രപ്പെട്ട് ബീർബൽ സിംഗ് ആരുടെയാണ്? ചിത്ര മുദ്ഗൽജിയുടെ ജുലൂസ് നാട്യ രൂപാന്തർ का प्रमुख पात्र और ഖൽനായക് है ബീർബൽ സിംഗ്. ചിത്ര മുദ്ഗൽജിയുടെ ജുലൂസ് നാട്യ രൂപാന്തരയിലെ പ്രമുഖ കഥാപാത്രവും അതേപോലെ ഖൽനായക വില്ലനുമാണ് ബീർബൽ സിംഗ്. അംഗ്രേസോं का दारोगा है. ബ്രിട്ടീഷുകാരുടെ ഒരു എന്താ പറയാ നമ്മുടെ ഇൻസ്പെക്ടറാണ്. ഇൻ ഖദനോം സെ അവരുടെ ഈ ഒരു പ്രസ്താവനകളിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? പതാ ചൽത്താ ഹെ, മനസ്സിലാവുന്നു. അംഗ്രേസോं का पिट्टू है, ബ്രിട്ടീഷുകാരുടെ കാല് നക്കുന്നവനാണ്. ഭാരതീയ ഹോത്തെ ഹുയെ ഭി അംഗ്രേസോं का दास है. ഭാരതീയനാണ്, എന്നിരുന്നാലും അംഗ്രേസികളുടെ അല്ലെ ബ്രിട്ടീഷുകാരുടെ ദാസനായി വർത്തിക്കുന്നവനാണ്. അവർ ദേശദ്രോഹി. എങ്ങനെയൊക്കെ ദേശത്തെ ദ്രോഹിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ദ്രോഹിക്കുന്നവനാണ്. സ്വദേശിയോംകോ റോക്തേ ഹേ, അതായത് സ്വദേശികളെ തടയുന്നുണ്ട് അല്ലെ. അവർ ലാത്തി ചാർജ് കത്തെ, അവരെ ലാത്തി ചാർജും ചെയ്യുന്നുണ്ട്. ജല്ലാദ് സ്വാർത്ഥി ഒരു പതുമോഹിയ. ജല്ലാദ് രാക്ഷസനാണ്, സ്വാർത്ഥനാണ്, ഒരു പതുമോഹി, സ്ഥാനം അല്ലെ ആഗ്രഹിക്കുന്നവനാണ്. ഇത്രയും കാര്യങ്ങളാണ് ബീർബൽ സിംഗിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് കേട്ടോ, 4 മാർക്കിനാണ്. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് അല്ലെ. 13ാമത് ജീവൻ വൃത്ത് പഠേ और ജയശങ്കർ പ്രസാദ് के बारे में കനച്ചേ തയ്യാർ കരി. നമ്മുടെ ജയശങ്കർ പ്രസാദ് ഇതിനെ കുറിച്ചിട്ട് ഒന്ന് ജീവൻ വൃത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പാരഗ്രാഫ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നാമ, ജന്മ, പ്രമുഖ രചനകൾ, മൃത്യു ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് എളുപ്പല്ലേ, നമുക്കൊന്ന് നോക്കിയാലോ. ജയശങ്കർ പ്രസാദ് മാത്രമല്ല, വേറെ ഒരുപാട് കവികളും ലേഖകന്മാരും ഒക്കെ വരാം കേട്ടോ. जयशंकर प्रसाद എന്ന ഹെഡിങ് കൊടുക്കും. ജയശങ്കർ പ്രസാദ് ജി ഹിന്ദി ഭാഷ കെ ജാനെ മാനെ സാഹിത്യകാര ഹെ. ജയശങ്കർ പ്രസാദ് ജി ഹിന്ദി ഭാഷയിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ്. ലേഖകനോ കവിയോ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ആ ജയശങ്കർ പ്രസാദ് ജി എന്നുള്ളത് ഒന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ലേഖകന്റെ കവിയുടെ പേര് കൊടുക്കുക. ഉൻക ജന്മ അതിൽ തന്നെ കൊടുക്കുക. വേറൊന്നും 30 जनवरी 1889 को उत्तर प्रदेश के वाराणसी में हुआ. ജനുവരി 30 ഇപ്പോൾ 1789 ജനുവരി 30 ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഉन्होंने अपनी अमूल्य रचनाओं से हिंदी साहित्य को संपन्न किया. അദ്ദേഹത്തിന്റെ അമൂല്യമായ രചനകളിലൂടെ ഹിന്ദി സാഹിത്യത്തെ സമ്പന്നമാക്കി തീർത്തു എന്നാണ്. ജർന, ആസു, ലഹർ, കാമായനി ആദ്യ ഉൻകി പ്രമുഖ രചനായേ ഹെ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകള്. പിന്നെയോ 1937 में उनकी मृत्यु हुई. അപ്പൊ എന്നാ അവരുടെ ഒരു മരണത്തെ സൂചിപ്പിക്കുന്ന ജനുവരി 14 1837 ജനുവരി 14 അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ്. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് സുഖമായിട്ട് കിട്ടും. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, തന്ന കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സഹി മിലാൻകാരി, ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടി. മാച്ച് ദ ഫോളോയിങ്. നോക്കിയേ, സുന്ദർ ലിപിമേ ലിഖന. ആരാടാ സുന്ദരമായ നല്ല ഹാൻഡ് റൈറ്റിംഗ്? ആരാടാ? ഒരു ഡൗട്ടും ഇല്ല, നമ്മുടെ ബാങ്കിന്റെ ക്ലർക്കിനാണ്. ക്ലർക്ക്. അടുത്തത് $20 തേന. ആരാണ് $20? $20 നൽകിയതാരാ? അതിനും ഡൗട്ടില്ല, നമ്മളെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇതൊക്കെ നമ്മുടെ ആനന്ദിക്ക് ഫുൾ സ്റ്റഡി ആയിട്ടാണ് കേട്ടോ, മറക്കരുതേ. റെയിൽ ഗാഡീസ് ആരാടാ? ട്രെയിനിലൂടെ വിത്തൊക്കെ വലിച്ചെറിയുന്നതാരാ? അതും നമുക്ക് നമ്മുടെ സംഭ്രമയിലാണ്, ഒരു യാത്രക്കാരായിട്ടുള്ള ഒരു സ്ത്രീ അല്ലേ. ആംകി കുട്ടിയാൻ പോരാ. ആരാണ് ആ മാങ്ങകളൊക്കെ വെക്കുന്ന? ആരാണ്ടാ? നടന്നതാരാണ്ടാ? നമ്മുടെ കൂടെ ഒന്നും ഒരു ഡൗട്ടും ഇല്ല, നല്ല ഈസി ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് സുഖമായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എപ്പോഴും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ചാൻസ് എന്നല്ല, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 ദോഹന്റെ ഏതെങ്കിലും ദോഹ പഠേ ഒരു ഭാവാർത്ഥലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബുറാ ജോ ദേഖന മെയിൻ ശരാ ബുറാന മിലിയാ കോയെ ജോ ദിൽ കോ ജോ ആപ്നാ മുജ്സാ ബുറാന കോയെ. എന്താ പറഞ്ഞിരിക്കുന്നത്? കബീർദാസിയുടെ ദോഹയാണ്. ഇത് ഒന്ന് ഭാവാർത്ഥം എഴുതാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയാലോ നമുക്ക്. कबीरदास हिंदी साहित्य के निर्गुण भक्त कवि है. वे सफल समाज सुधारक थे. उनकी कविता जगत के 3 भाग है, साकी, शब्द और रमैनी. അതായത് കബീർദാസ് ഹിന്ദി സാഹിത്യത്തിലെ നിർഗുൺ ഭക്ത കവിയിലെ ഒരാളാണ്. വേ സഫൽ സമാജ് സുധാരക്, ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അവരുടെ കവിതയാണ് ബീജക എന്നുള്ളത്. അതിന്റെ 3 ഭാഗങ്ങളുണ്ട്, സാക്കി, ശബ്ദ, റമൈനി. ഇതെന്താ? ഇത് അദ്ദേഹത്തിനെ കുറിച്ച് ഒന്ന് പറയല്ലേ, ഫസ്റ്റ് പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രസിദ്ധാശാമി അപ്പൊ ഈ ഒരു ദോഹയിൽ എന്താ കവി പറയും? ദൂസറോं की बुराई देखने के लिए मीन चला.
മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളൊക്കെ കണ്ടെത്തുവാൻ വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചു. ലേക്കിൻ കോയി ബുറാ വ്യക്തി നഹീ മില, എന്നാൽ എനിക്ക് ഒരു വ്യക്തിയെ പോലും കണ്ടെത്താനായില്ല. അന്തമേ അവസാനമേ നീ സ്വയം ഘോഷ, അപ്പോഴാണ് ഞാൻ എന്നെ സ്വയം ഒന്ന് നോക്കിയത്, അല്ലെങ്കിൽ എന്നെ ഒന്ന് അന്വേഷിച്ചത്. താപം മുझे പതാ ചലാ കി, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മേരി തര ബുറാ വ്യക്തി കോയി ദൂസറാ नहीं है, കാൽ ചീത്തതായിട്ട് വേറെ ഒരുത്തനും ഇല്ല എന്നുള്ളത് അപ്പൊ എനിക്ക് മനസ്സിലായി. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നടാ? അതാണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ എഴുതുന്നത്. കവി എന്താണ് നമ്മുടെ ഈ ഒരു ദോഹയിലൂടെ ഉദ്ദേശിച്ചത്? എന്താ കബീർദാസ് ഉദ്ദേശിച്ചത്? ഇത്രയേ ഉള്ളൂ. ആദ്യം സ്വയം തിരിച്ചറിയാം, അവനാണ് യഥാർത്ഥ ജ്ഞാനി എന്ന് പറയുന്നത്, യഥാർത്ഥ ഒരു ബുദ്ധിമാൻ എന്ന് പറയുന്നത് അവനാണ്. ആദ്യം സ്വയം നന്നാവാ, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങുക. ഓക്കെ, ഈ ദോഹ ഇനി വേറൊരു ദോഹ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ഇതേപോലെ എഴുതാം. ഗദ്യാൻഷ് പഠേ और प्रश्न 16 और 17 ഉത്തരത്തിലേക്ക്, അതായത് ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിനാസ്പദമാക്കിയിട്ട് 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, 16ഉം 17ഉം. അത് നിങ്ങളോട് ആൻസർ ചെയ്യാനാണ്. കണ്ടാൽ തന്നെ അറിയാലോ, നമ്മുടെ ആനന്ദിക്ക് ഫുൾഫിൽ ചെയ്യാത്ത ആ ഒരു പാരഗ്രാഫാണത്. അതിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ടിക്കറ്റ് ബാബു കോ നയി താക്കത്ത് കേസി മിലി. അതെ, ലേഖകനെ ടിക്കറ്റ് ബാബു സേ സഹാനുഭൂതി ദർശായി, അല്ലെ? ലേഖകൻ ടിക്കറ്റ് ബാബുവിനോട് ഒരു കരുണ കാട്ടിയല്ലേ? ലേഖക് സഹാനുഭൂതിക്ക് ദോടൊരു ശബ്ദം ടിക്കറ്റ് ബാബു കോ നയി താക്കത്ത്. മറ്റെല്ലാവരും ഇവരെ കളിയാക്കലും അതേപോലെ പരിഹസിക്കലും കുത്തുവാക്കുകൾ പറയലും ഒക്കെ ആയപ്പോ നമ്മുടെ ലേഖനം എന്ത് ചെയ്തു? ടിക്കറ്റ് ബാബുവിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു, അല്ലെങ്കിൽ അവർക്ക് എന്താ ഒരു സഹാനുഭൂതി, ഒരു കരുണ കാട്ടി, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കുറച്ച് ഒരാളെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പുത്തനുണർന്നു, പുതിയൊരു ശക്തി കിട്ടി, സ്ട്രെങ്ത് കിട്ടി എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നോക്കിയ 17ാമത്തത്, ഇതൊന്ന് ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? സംക്ഷേപൺ കരി, 6 മാർക്കാണ്. മനസ്സിലായല്ലോ? ഒറ്റയടിക്ക് നിങ്ങൾക്ക് 8 മാർക്കാണ് കിട്ടുന്നത് കേട്ടോ. അതും പാരഗ്രാഫ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇതൊന്നും ഇല്ല കേട്ടോ. സംക്ഷേപൺ ഒന്ന് നോക്കാം. നല്ലൊരു ഹെഡിങ് കൊടുക്കുക, അല്ലെ? സഹാനുഭൂതി കാസർ, ഒരു സഹാനുഭൂതിയുടെ ആ ഒരു പ്രഭാവം, അല്ലെ? അങ്ങനെ ഇഷ്ടമുള്ള കൊടുക്കാം. യുദ്ധക്കെ കാരണം ടിക്കറ്റ് ബാബു കാ കാം കഠിൻ ഹോ ഗയാ ഥാ, യുദ്ധം കാരണം ടിക്കറ്റ് ബാബുവിന്റെ ജോലി വളരെ കഠിനമായി തീർന്നു. താനേക്ക് സേവാലയൊക്കെ പ്രതി ഉസ്കാ ഹൃദയ കഠോർ ഹോ ഗയാ, അങ്ങനെ പരിഹസിക്കുന്നവരുടെയും കളിയാക്കുന്നവരുടെയും അവരുടെ അടുത്ത് ഹൃദയം എന്താ കഠോരമായി, അല്ലെ? അവരുടെ ഹൃദയം എന്താ വളരെ, അതായത് അവരോടൊക്കെ ഒരു ദേഷ്യം തോന്നി അദ്ദേഹത്തിന്. ലേക്കിൻ മേരെ സഹാനുഭൂതിക്ക് ശബ്ദം താക്കതി, എന്നാൽ എന്റെ ഒരു സഹാനുഭൂതിയുടെ ശബ്ദം കാരണം ഒരു പുതിയൊരു ഉണർവ്, ഒരു ശക്തി കിട്ടി. അവർ ഉസ്നെ ജൽദി ടിക്കറ്റ് ദേനാ ശുരു കിയ, അതുകൊണ്ട് തന്നെ അവര് എന്ത് ചെയ്തു? വേഗം ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ഇത്രയാ പാരഗ്രാഫിൽ പറയുന്നുള്ളൂ. വെറും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എന്താ പറയാ, ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. 6 മാർക്കാണ്, എസ്സേ റൈറ്റിംഗ് ആണോ എന്ന് ഉദ്ദേശിച്ച് കുറേ പേർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്. ഒരിക്കലും എഴുതി വെക്കരുത്. ആ പാരഗ്രാഫ് ചുരുക്കി എഴുതാനാണ്. വെറും 3 സെന്റൻസിൽ നിങ്ങൾ ചുരുക്കി എഴുതുക. ഓക്കെ, എന്താണോ മനസ്സിലായത് അത് എക്സാമ്പിളോ ഇനി റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മെയിൻ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഇനി 18 മുതൽ 21 വരെയുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ വെറും 3 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഓരോന്നിനും 6 മാർക്കാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? मान ले आपके स्कूल में एनएसएस यूनिट द्वारा स्कूली बच्चों के लिए एक मेडिकल कैंप का आयोजन हो रहा है, इसके लिए कुछ पोस्टर तैयार करें. അതായത് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തില് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. മക്കളെ, ഇതൊന്നും സ്കിപ്പ് ചെയ്യരുതേ. നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റർ അല്ലടാ, എളുപ്പമല്ലടാ. നമുക്കൊന്ന് ചെറിയൊരു മോഡലൊന്ന് നോക്കാം. ഇതേപോലെ നോക്കിയേ, നല്ലൊരു ബോക്സ് ഒക്കെ വരച്ചിട്ട് വേണമെങ്കിൽ സ്കൂളിന്റെ പേര് GHSS എന്താണോ അത് കൊടുക്കുക നിങ്ങൾ കേട്ടോ. ഇനി NSS യൂണിറ്റ് നേതൃത്വത്തില് മെഡിക്കൽ ക്യാമ്പ്, ആ മെഡിക്കൽ ക്യാമ്പാണ് ഒന്നെന്ത് ചെയ്യുക, അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അത് വലിയ ഹെഡിങ്ങിൽ എഴുതാം. ആർക്ക് വേണ്ടിയിട്ട്? അത് ബ്രാക്കറ്റിൽ സ്കൂളിൽ വെച്ചോങ്കിന്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. ഇനി എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടതിൽ? അതൊരു ചെറിയ ബോക്സ് ഒക്കെ. ഉദ്ഘാടകൻ ആരാണ്? ജില്ലാധീശാണ്, അല്ല ജില്ലാ കളക്ടറാണ്. താൻ എവിടെയാണ് സ്ഥലം? സ്കൂൾ സഭാഭവനിലാണ്, സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. താരീഖ് എന്നാണ്? ഡേറ്റ് 17 ഇഷ്ടപ്പെട്ട കൊടുക്കാം, മംഗൾവാർ. സമയം എപ്പോഴാണ്? സബേരെ 10 ബജെ, അതായത് ഇഷ്ടപ്പെട്ട ഒരു സമയം കൊടുക്കുക, അല്ലെ? സബ്കാ സ്വാഗത്. ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും സ്വാഗതം. ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക് സുഖസുന്ദരമായിട്ട് കിട്ടും.
ഇതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഈ ഒരു മോഡൽ കീപ്പ് ചെയ്തുകൊണ്ട് ഇനി ഏത് ഇപ്പൊ മെഡിക്കൽ ക്യാമ്പിന്റെ കേസല്ല, ഇനി ഏത് കേസ് ആയിക്കോട്ടെ ഇതേപോലെ നിങ്ങൾ എഴുതുക. അടുത്തത് അംഗ്രേസി സംവാദ് ക ഹിന്ദി മേ അനുവാദ് കരി. ഇത് ഒരു കോൺവെർസേഷൻ ആണ് അല്ലെ, രണ്ടുപേര് തമ്മിലുള്ളത്. നിങ്ങളോട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ കോമൺ ആയിട്ടുള്ള കുറച്ച് സെന്റൻസ്, ഹൗ ആർ യു, അതേപോലെ തന്നെ ഹലോ, ഹായ്, ഷുവർ, ഐ വിൽ, ഐ കുഡ്, ഐ ക്യാൻ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയൊരു വേർഡ്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചു. ഓക്കെ, ഇത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മിനി പറയുന്നത് ഹായ് വീണ, ഹൗ യൂസ് യുവർ സ്റ്റഡീസ് എന്നാണ്. വീണ ഇറ്റ് ഈസ് ഗോയിങ് ഗുഡ് മിനി, ദാറ്റ് ഈസ് നൈസ് ടു ഹിയർ വീണ. ഡിഫിക്കൽട്ട്, ക്യാൻ യു ഹെൽപ്പ് മീ മിനി, ഷുവർ ഐ വിൽ, കം ടു ഹോം വീണ, താങ്ക് യു സോ മച്ച്. കണ്ടോ, ചെറിയ എന്താ പറയാ, ചെറിയ 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 ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതാണ്. അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. നമുക്കൊന്ന് നോക്കാം. മിനി പറയുന്നുണ്ടല്ലോ ഹായ് വീണ, തുമാരി പഠായി കേസി ചൽ രഹി ഹെ. ഹായ് വീണ അല്ലെങ്കിൽ നമസ്തേ വീണ, പിന്നെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? അപ്പൊ വീണ പറയുന്നുണ്ട് ചിത്ര ചലി ഹെ, നന്നായി തന്നെ പോകുന്നു. മിനി ऐसा सुनकर अच्छा लगा, എനിക്ക് കേട്ടിട്ട് വളരെയധികം സന്തോഷമായി. വീണ ലേക്കിൻ ഗണിത് കഠിന ഹെ, എന്നാലേ ആ ഗണിതല്ലേ, മാത്സിന് എന്താ പറയാ, ഗണിത് അത് വളരെ ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ കഠിനം എന്നാണ്. ക്യാ ആപ് മേരി മദദ് കർ സക്തി ഹെ, എന്താ നിനക്കെന്നെ സഹായിക്കാൻ സാധിക്കുമോ? അല്ലെ ക്യാൻ യു ഹെൽപ്പ് മീ. മീൻ എന്താ പറയുന്നത്, ജറൂർ, തീർച്ചയായും, കറാവൂ, വീട്ടിലേക്ക് വരൂ അല്ലെ. വീണ അപ്പ ബഹുത് ബഹുത് ധന്യവാദ്, നിനക്ക് വളരെയധികം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ വേർഡ്സ് ആണടാ, സെൻസ് ആണടാ, വേറൊന്നുമില്ല. അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ കേട്ടാ. അത് നിങ്ങൾ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് പോവാ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്രാത് കഹാനി കാ ബഡാ ഭായ് गठबल के खेल के बाद हुई घटना पर दुखी था, वो अपनी डायरी में अब है. അതായത് ഇവിടെ ചോദിക്കുന്നത് ബഡാബായിന്റെ ഡയറിയാണ്. ആ ജ്യേഷ്ഠന്റെ, നമ്മുടെ ഉദയപ്രകാശിയുടെ, അബ്രാത് കഹാനിയിലെ ഉദയപ്രകാശിയുടെ ജ്യേഷ്ഠന്റെ ആ ഒരു ഡയറിയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അന്നത്തെ ഒരു സംഭവത്തിൽ വളരെ ദുഃഖിതനാണ് അദ്ദേഹം അല്ലെ. ചോട്ടെ ഭായ് കാ ജൂട്ട് ബോൾന, തന്നെ അനിയൻ കള്ളം പറഞ്ഞത്, പിതാജി സെ മാർഖാന, പിതാജി അടിച്ചത്, ചോട്ടെ ഭായിക്ക് ഒരു പ്രതീക്ഷ സേ ദേഖ്ന, അനിയനെ ഒരു പ്രതീക്ഷയോടെ നോക്കിയത്. ഡയറി എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ആദ്യം ബോക്സ് ഒക്കെ വരയ്ക്കുക അല്ലെ, എന്നിട്ടോ നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് താരീഖ്, ദിവസം, സമയം, ഡേറ്റ്, ദിവസം, സമയം സൂചിപ്പിക്കുക. എന്നിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം അല്ലെ. ദുഃഖത്തിന്റെ അന്ന് വളരെ ദുഃഖിതമായിട്ടുള്ളൊരു ദുഃഖമാർന്ന ദിവസമായിരുന്നു. മേനെ കുച്ച് ബി ഗലത് നഹീ കിയാ, ഞാനൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും എനിക്ക് ശിക്ഷ കിട്ടി. ഇനി അടുത്ത പാരഗ്രാഫിൽ ഇങ്ങനെ എഴുതാം. പിതാജിനെ മുझे മാറാ, അച്ഛനെ നടിച്ചു. छोटे भाई ने माँ को झूठ बताया कि मैंने घटबल से उसे मारा है. പിതാജി, ചോട്ടെ ഭായ് അനിയൻ എന്ത് പറഞ്ഞു? അമ്മയോട് കള്ളം പറഞ്ഞു. മീനെ ഘട്ബൽ സെ ഉസെ മാരാ ഹെ, ഞാനാണ് ഘട്ബൽ അവനെ അടിച്ചതെന്ന് കള്ളം പറഞ്ഞു. വാസ്തവമേ ഘട്ബൽ ചട്ടാൻ സെ ടക്രാക്കർ ഉസ്കെ മാഥെ പർ ലഗാ താ. യഥാർത്ഥത്തില് ആ ഘട്ബല് പാറയിൽ ചെന്ന് മുട്ടിയിട്ട്, ചട്ടാൻ സെ ടക്രാക്കർ ഉസ്കെ മാഥെ പർ ലഗാ താ, അങ്ങനെയാണ് നെറ്റിയിൽ വന്ന് കൊണ്ടത്. കമാദ ഹൃദയ പൊട്ടിപ്പോയി. പിതാജി മുझे मारते समय सच बताने की मुझसे मैंने उसकी ओर देखा. പിതാജി ആ അടിക്കുന്ന സമയവും ഒരു സച്ച് പത്താനക്ക്, സത്യം പറയൂ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്, मैंने उसकी ओर देखा, ഞാൻ അവന് നേരെ നോക്കി. അനിയനെ നേരെ നോക്കിയല്ലേ. लेकिन उसने कुछ नहीं कहा, എന്നാൽ അവൻ ഒന്നും കണ്ടില്ല. खेल के दौरान मैं उस पर ध्यान न दे सका. കളിയുടെ ആ ഒരു സമയത്ത് ഞാൻ അവനിൽ എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല, ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഉസ്ക ബദലാഹ, ഒരു പക്ഷേ ഇത് എനിക്ക് അവൻ പ്രതികാരം ചെയ്തതായിരിക്കാം. ഞാൻ ബഹു ദുഃഖിക്കും, ഞാൻ വളരെയധികം ദുഃഖിതനാണ്. എന്നാൽ എന്റെ സഹോദരനോട് എനിക്ക് ഒരു ദേഷ്യമില്ല. തോട്ടായ അവൻ ചെറുതല്ലേ. ന്യൂസ്ക സംരക്ഷകവും, ഞാൻ അവനെ സംരക്ഷിക്കേണ്ടവനാണ്. ഇതാണ് നമ്മുടെ ആരുടെ ഡയറി? ഉദയപ്രകാശ് ഏട്ടന്റെ ഡയറി കേട്ടാ. അപ്പോൾ ഡയറി ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതേ ഒരു ഫോർമാറ്റൊക്കെ വെച്ചുകൊണ്ട് എഴുതുക. കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടടാ. ഡയറി കേസിലേക്ക്, പത്ര കേസിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടുണ്ട്. അതൊക്കെ കാണുക. അതിൽ കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ ഏതൊരു ഡയറി ചോദിച്ചാലും കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടാ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
21ാമത്തെ क्वेश्चन ആണ് बीस डॉलर गरीब विद्यार्थी से दूसरे जरूरतमंद विद्यार्थी के हाथ पहुंचता है वो देते समय दोनों के बीच की बातचीत की അതായത് ഈ $20 നമ്മളെ ഫ്രാങ്കിന് പറഞ്ഞല്ലോ ഈ $20 നിന്റെ കയ്യിൽ തന്നെ വെക്ക് ആവശ്യക്കാര് നിന്റെ അടുത്ത് വരികയാണെങ്കിൽ എന്താ നീ അത് അവർക്ക് കൊടുത്തു അതേപോലെ വിദ്യാർത്ഥി പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ അടുത്ത് ഒരു അത്യാവശ്യമായ $20 അത്യാവശ്യമായ ഒരു വിദ്യാർത്ഥി എത്തുകയാണ് അവര് തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാനും എന്തൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളിക്കണം ജറൂറത്ത് വിദ്യാർത്ഥി ദ്വാരാ സഹായത മാംഗന ആവശ്യക്കാരനായ ഒരു വിദ്യാർത്ഥി അല്ലെ അവരുടെ സഹായം ചോദിച്ചുകൊണ്ട് എത്തുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ഹാത്ത് ഖന അതിനെ കുറിച്ച് പറയുന്നത് അകലെ ജറൂറത്ത് മന്ദുദ്ദീനെ നിർദ്ദേശം നീ അടുത്ത ഒരു ആവശ്യക്കാരനെ നൽകണം എന്ന് നിർദ്ദേശം കൊടുക്കും ഗരീബ് വിദ്യാർത്ഥി എന്താ പറയുന്നത് ക്യാ ബാത് ഹേ വാ എന്താ കാര്യം ജറൂരത്ത് വിദ്യാർത്ഥി വേറൊരു വിദ്യാർത്ഥി പറയണം മുझे पढ़ाई के लिए पैसे की जरूरत है എനിക്ക് പഠനാവശ്യാർത്ഥം എന്താണ് എനിക്കൊരു കുറച്ച് പൈസ ആവശ്യമുണ്ട് ഗരീബ് വിദ്യാർത്ഥി कितने पैसे की जरूरत है എത്ര പൈസ ആവശ്യമുണ്ട് ജറൂരത്ത് വിദ്യാർത്ഥി പറയുന്നത് जो भी मदद आप कर सकते हैं എത്രയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത്ര തന്നെ അപ്പൊ ഗരീബ് വിദ്യാർത്ഥി എന്താ പറയുന്നത് जरूरतमंदों को देने के लिए मेरे पास $20 है സാലും പഹലെ ഫ്രാങ്ക്ലിൻ ജീനെ ദിയാ ഥാ ഈ ആവശ്യക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ $20 ഉണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഫ്രാങ്ക്ലിൻ ജീനെ എനിക്ക് നൽകി ഇപ്പൊ ജറൂരത്ത്മന്ദ് വിദ്യാർത്ഥി എന്ന് പറയുന്നു ഉन्होंने आपको ये क्यों दिया വിദ്യാർത്ഥി എന്താ പറയുന്നത് तुम्हारी तरह मैं भी एक बार मदद के लिए उनके पास गया था പോലെ അല്ലെ ഇപ്പോ എന്റെ അടുത്ത് വന്ന പോലെ ഞാനും സഹായം ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പോയിരുന്നു ജറൂരത്ത് വിദ്യാർത്ഥി പഠായിക്ക് പഠനത്തിന് അവരെ കാണാൻ പോയോ ഗരീബ് വിദ്യാർത്ഥി എന്താ പറയുന്നത് പഠായിക്ക് പഠനത്തിനൊക്കെ ശേഷം $20 കൊടുക്കുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ജറൂരത്ത് വിദ്യാർത്ഥി എന്താ പറയുന്നത് ഉन्होंने क्या कहा അവരെന്താ പറഞ്ഞത് ഗരീബ് വിദ്യാർത്ഥി പറയാണ് उन्होंने कहा कि इसे अपने पास रखना और अगले जरूरतमंद को दे देना നീ നിന്റെ കയ്യിൽ തന്നെ വെക്ക് ഇനി അടുത്ത ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് നീ കൊടുക്കുക വിദ്യാർത്ഥി എന്താ പറയുക बहुत अच्छी बात है വളരെ നല്ല കാര്യമാണല്ലോ അപ്പൊ ഗരീബ് വിദ്യാർത്ഥി അഗലെ जरूरतमंद तुम ही हो അടുത്ത ഒരു ആവശ്യക്കാരൻ എന്ന് പറയുന്നത് നീയാണ് ഭവിഷ്യത്തിൽ തും भी ऐसा ही करना ഭാവിയിൽ നീയും ഇതേപോലെ ചെയ്യുമെന്ന് പറഞ്ഞു വിദ്യാർത്ഥി ബിൽക്കുൽ തീർച്ചയായും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും മനസ്സിലായല്ലോ എളുപ്പല്ലേ അല്ലെ ഇതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ലല്ലോ ഇത് ഇമ്പോർട്ടന്റ് ആണ് ചിലപ്പോ ഈ എക്സാമിനും പ്രതീക്ഷിക്കാം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കിയേ 22 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ആൻസർ ചെയ്താൽ മതി 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബാസാർ മേഖനായ മൊബൈൽ ഫോൺ ആയ നമ്മുടെ ടൗണിൽ പുതിയൊരു മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട് उनकी इसकी विपणन के लिए आकर्षक विज्ञापन तैयार करें ഇതിന്റെ ഒരു വിൽപ്പനയ്ക്ക് ഒരു നല്ലൊരു വിജ്ഞാപന പരസ്യം തയ്യാറാക്കാൻ മക്കളെ പോസ്റ്ററിന്റെ അതേപോലെ തന്നെയാണ് വിജ്ഞാപനം നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത് ലംബേ സമയക്ക് തക് ചലനെ വാലി ബാറ്ററി ഒരുപാട് സമയം നിലനിൽക്കുന്ന ബാറ്ററി ക്രിസ്റ്റൽ സ്പെഷ്യൽ പ്രദർശൻ അല്ലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ അതേപോലെ തന്നെ ആ ഒരു 108 പിക്സൽ ക്യാമറ അല്ലെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ടൊരു വിജ്ഞാപനം തയ്യാറാക്കും അപ്പൊ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാ ബോക്സ് ഒക്കെ വരയ്ക്കുക എന്നിട്ടോ മൊബൈൽ ഫോൺ की दुनिया में धमाका आया है नए മൊബൈൽ ഫോണിന്റെ ആ ഒരു ലോകത്തുള്ള ഒരു വിസ്ഫോടനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു പുതിയ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കാം എന്നിട്ട് എന്താണോ ആ ഒരു മൊബൈലിന്റെ പേര് ഒരു കുറച്ച് ബ്രാക്കറ്റിൽ ഒരു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡിസൈനില് 7 സ്റ്റാർ മൊബൈൽ വിശേഷതകളൊക്കെ നോക്കി ഞാനൊരു ബോക്സിലാക്കി അതേപോലെ കൊടുക്കാം ലംബേ സമയത്ത് തക് ചലനെ വാലി ബാറ്ററി ക്രിസ്റ്റൽ സ്പെഷ്യൽ പ്രദർശൻ പിന്നെ അതേപോലെ തന്നെ 108 പിക്സൽ ക്യാമറ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാം എന്നിട്ടോ എന്തെങ്കിലുമൊക്കെ വിശേഷപ്പെട്ട എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യും എങ്ങനെയാണ് താമേം എത്ര പെർസെന്റേജ് ആണ് വിശേഷിച്ചൂട്ട് 10% അല്ലേ 10% മെമ്മറി കാർഡ് മുഫ്ത് മെമ്മറി കാർഡ് ഇതിനൊപ്പം സൗജന്യമാണ് ഇന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കൂ ആരാണ് നിർമ്മിച്ചത് അവരുടെ പേരൊന്ന് സൂചിപ്പിക്കുക കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ദൂർഭാഷ പറഞ്ഞാൽ മൊബൈൽ ഫോണ് അതേപോലെ ഇമെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുക ഈ
ഇത്രയേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, എല്ലാ കോണ്ടാക്ട്, അതായത് നല്ല നല്ല എന്താ പറയാ, നല്ല ഡിസൈനോട് കൂടിയിട്ട് നല്ല ആ ഒരു വിജ്ഞാനം, പരസ്യം കണ്ടാൽ തന്നെ വാങ്ങാൻ സാധിക്കണം ആ ഒരു ഫോണ്. അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുക, അത്രയും മനോഹരമാക്കി തീർക്കുക. 8 മാർക്കാണ്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, വിജ്ഞാപൻ കേസിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ട്, ഇതൊക്കെ പോയി കാണുക. 23 ക്വസ്റ്റ്യൻ എന്താ മക്കളെ? അതെ, സഹി മിലാൻ കരി, മേച്ച് ദ ഫോളോവിങ് അല്ലെ. എന്താ മേച്ച് ദ ഫോളോവിങ്? നമ്മുടെ പാരിഭാഷിക ശബ്ദാവലിയാണ്. ഇതിൽ പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയുക, ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് 8 മാർക്ക് സുഖമായിട്ട് കിട്ടും. 1 തെറ്റിയ 2 തെറ്റും. മനസ്സിലായല്ലോ? അതിനനുസരിച്ച് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ സംസാധൻ, ഇമ്പോർട്ടന്റ്, മഹത്വപൂർണ്ണ അല്ലെ, ഇമ്പോർട്ടന്റ് ആണ്, അത് മഹത്വമുള്ളതാണ് അല്ലെ. ക്യാൻസൽ എന്ന് പറഞ്ഞാൽ റദ്ദാക്കുക, റദ്ദ് തരി. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സങ്കേത് അല്ലെ. പബ്ലിക് സാർവജനിക്. പ്രൈവസി എന്ന് പറഞ്ഞാൽ ഗോപനീയത, ഷെയർ കറോ എന്നല്ല, ഇപ്പൊ സാഞ്ചാ കറേ. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ അന്തർജാലം അല്ലെ, അന്തർജാലം അങ്ങനെയൊക്കെ എന്താ പറയാ, കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കിസി മൻപസന്ദ് ഫിലിം കി സമീക്ഷ ലിഖിए, ഫിലിം റിവ്യൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കാര്യം തന്നെ നമ്മൾ ഫിലിമി സമീക്ഷ എന്നുള്ളതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയുന്നില്ല, കാരണം ഇനി അത് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ വളരെ ലെങ്തായി മാറും. ഓക്കെ, അപ്പൊ അത് ആ ഒരു വീഡിയോ ഒക്കെ പോയി കാണാം. ഇഷ്ടപ്പെട്ട ഫിലിമിന് ദൃശ്യം 2നെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ബ്ലാക്കിന് ആണെങ്കിൽ ബ്ലാക്കിനെ നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ ആ ഒരു ഫിലിമിൻ്റെ ഒരു ചുരുക്കരൂപം എഴുതാം. 3ാമത്തെ പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, എന്താണോ ഫിലിമിലെ നായകന്മാരെ കുറിച്ചിട്ട്, അതിൻ്റെ എഡിറ്റിങ് എങ്ങനെയാണ്, അതിൻ്റെ ഡയറക്ടർ എങ്ങനെയാണ്, അഭിനയിച്ചവരെങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എഴുതുക. പ്രത്യേകിച്ച് കൂടുതൽ ഇതിലൊന്നും പറയുന്നില്ല. അത് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പം നമ്മുടെ വീഡിയോസ് ഉണ്ട്, ഇതിൽ തന്നെ ആൻസർ ഉണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്കിന്റെ. നമ്മളെ സൂചനാധികാർ പത്രാണ് മക്കളെ. ഇത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ തന്നെ ലെറ്ററും ഉണ്ട്. നോക്കിയേ, സടക് ദുർഘടനയെ ബഡ്തി ജാ രഹി, എന്ന് റോഡ് അപകടങ്ങൾ കൂടുകയാണ്. ഉസ്കി റോക്താം കില, തടയുന്നതിന് സർക്കാർ മുഖേന കാർവായോക്ക് സൂചന പാനേക്കില് എന്തൊക്കെ നടപടിക്രമങ്ങളൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് മനോജ് കുമാർ താരാവിഹാർ, പാലക്കാട്, ഇതാണ് പേരും അഡ്രസ്സുമാണ്. അവര് അല്ലെ, സാർവജനിക സൂചനാധികാരി, സടക് പരിവാഹൻ വിഭാഗ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എന്ത് ചെയ്യാണ്, ഒരു ലെറ്റർ അയക്കുകയാണ് അല്ലെ. ആ ഒരു ലെറ്റർ നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ മക്കളെ പിടിക്കുക, ഒരു ബോക്സ് വരയ്ക്കുക, എന്നിട്ട് റൈറ്റ് സൈഡിൽ 10 രൂപയുടെ സ്റ്റാമ്പിന് വേണ്ടിയിട്ടില്ലേ, അത് അതിനൊരു മാർക്ക് ഉണ്ട്, അതുകൊണ്ട് എന്നിട്ട് പ്രേക്ഷകർ, നേരെ ലെഫ്റ്റ് സൈഡിൽ തന്നെ പ്രേക്ഷകർ എന്താണ്, ആരാണ് അയക്കുന്നത്, ഫ്രം മനോജ് കുമാർ താരാവിഹാർ, പാലക്കാട്, അത് തന്നെ എഴുതി വെക്കുക. സേവാമെയിൽ 2 ആണ് അല്ലെ. ആർക്കാണത്? സാർവജനിക സൂചനാധികാരി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, സടക് പരിവാഹൻ വിഭാഗ്, കേരള സർക്കാർ അല്ലെ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമ്മളെ സടക് പരിവാഹൻ വിഭാഗമാണ്, ട്രാൻസ്പോർട്ട് ഓഫീസർ അല്ലെ, കേരള സർക്കാർ. ഇനി മഹോദയ് സർ, വിഷയം എന്താ വിഷയം? सड़क दुर्घटनाओं की रोकथाम के लिए सरकार द्वारा की गई कार्रवाइयों से संबंधित സടക്ക് റോഡപകടങ്ങൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് അതിനെക്കുറിച്ച്. സന്ദർഭം ഏത് നിയമമായിട്ടാണ്? സൂചനാധികാർ അധിനിയം 2005. ഈ സന്ദർഭം ഓപ്പൺ ആണ് കേട്ടോ മക്കളെ. അതെല്ലാ ഏതൊരു ഇത് അയക്കുമ്പോഴും ഒരു ഇതാണ് എഴുതേണ്ടത്, സന്ദർഭം എന്ന് പറയുന്നത്. വിമാകി കൈ സൂചനാക്ക വിവരണം, ആവശ്യപ്പെടുന്ന സൂചനകളുടെ വിവരണം എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, बढ़ती सड़क दुर्घटनाओं की रोकथाम के लिए सरकार द्वारा क्या क्या कार्रवाइयां की गई? അതന്നെ, വർദ്ധിക്കുന്ന റോഡ് അപകടങ്ങള് അല്ലെ, അത് തടയുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സടക് സുരക്ഷാ के बारे में क्या क्या ജാഗ്രത കാര്യക്രമ ആയോജിത് കിയ ഗയ ഹെ? ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഈ ബോധവൽക്കരണ പരിപാടികളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഈ മൂന്നാമത്, സടക് നിയമമൊക്കെ ഉല്ലംഘൻ കർനെ പർ ദണ്ഡ് ക്യാ ഹെ? ഈ റോഡിന്റെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് ലംഘിക്കുന്നവർക്കുള്ള പരമാവധി ശിക്ഷ എന്താണ്? ഇത്രയൊരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. ഈ ഒരു ഇതന്നെ കീപ്പ് ചെയ്യാൻ എന്നിട്ടോ ഭവതി
എന്ന് ഒരു ഹസ്താക്ഷരം, അതാണ് ഹ എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒപ്പ് ആരാണ്? മനോജ് കുമാർ. നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് സ്ഥാനും താരീഖും സ്ഥലം കഴിഞ്ഞു. 8 മാർക്ക് സുഖമായിട്ട് കിട്ടും. കോമൺ ആയിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ്. ദസ്രൂപിയ സ്റ്റാമ്പ്, പ്രേക്ഷക്, സേവാമേ, മഹോദയ്, ഈശ്വർ, സന്ദർഭ്, എന്നിട്ട് മാംഗികൈ സൂചനാക്ക വിവരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഭവതി എന്ന് പറഞ്ഞിട്ട് ഇത്. മക്കളെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടാവില്ല, കാരണം അത്രയും നന്നായിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് 80ൽ 80 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ മോഡൽ എക്സാമിന് ഒരു കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. ഒരു മക്കളെ സംശയഭേദമന്യേ പറയാം, നാളത്തെ എക്സാമിനും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ തന്നെ ഉണ്ടായിരിക്കും. അതിൽ 1-2 ക്വസ്റ്റ്യനും കൂടി കൂടും, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ പരിചയപ്പെട്ട് കാണും. നമുക്ക് നോക്കാം ആ ഒരു ക്രിസ്മസ് എക്സാമിന് ആ ഒരു 2 ക്വസ്റ്റ്യൻസ് മാത്രം മാം ഒരു പ്രത്യേക എന്നിട്ട് അതും കൂടി നോക്കിപ്പോയാൽ നാളത്തെ എക്സാം 80ൽ 80 മാർക്ക് എൻ്റെ മക്കൾക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ ഓക്കെ മക്കളെ, എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഒരു പബ്ലിക് എക്സാമിൻ്റെ ആ ഒരു ലെവൽ തന്നെ ഈ എക്സാമിനെയും കാണാം കേട്ടോ. ഓക്കെ മക്കളെ, ധന്യവാദ്.